ഓരേശേ, നീ ഒരിക്കലും നീ ചിന്തിക്കേണ്ടത് ആര് നിനക്ക് വേണ്ടി തുറക്കുന്നു ചിന്തിക്കേണ്ട, നിനക്ക് മുൻപായി ഞാൻ തുറന്നു കഴിഞ്ഞിരിക്കും. അകത്തൊരു ശക്തിയുള്ള ആത്മമനുഷ്യനുണ്ടെന്ന് ദൈവത്തിന് ഉറപ്പുണ്ടെങ്കിലേ ആ പരീക്ഷയിലൂടെ നിന്നെ കടത്തിവിടത്തുള്ളൂ. വചനത്താൽ ചിലർ ശക്തി പ്രാപിച്ച് പുറത്തു വരേണ്ടതിന്, അധികാര കൈമാറ്റത്തിന് വേണ്ടി യഹോവയുടെ കരം നിന്റെ മേൽ ശക്തിയോടെ ഇറങ്ങി വരികയാണ്. നമ്മൾ കാണുന്ന എല്ലാം, നമ്മൾ അനുഭവിക്കുന്നതെല്ലാം, ഈ കാണുന്ന ചരാചരങ്ങൾ മുഴുവനും ദൈവത്തിന്റെ കൈവേലയാണ്. ഹല്ലേലൂയ. യഹോവയുടെ കരമാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെയും ആകാശവിധാനം ദൈവത്തിന്റെ കൈവേലയും പ്രസിദ്ധമാക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ കരമാണ് സകലത്തെയും സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ഭൂമിയിലെ പൊടിയെടുത്ത് ഒരു മനുഷ്യരൂപം സൃഷ്ടിച്ചു, മനുഷ്യരൂപം ഉണ്ടാക്കി. ഈ മനുഷ്യരൂപം ഉണ്ടാക്കിയിട്ടും അതിന് ജീവനില്ലായിരുന്നു. ദൈവം ആ കൈകൊണ്ട് പണിതെങ്കിലും സൃഷ്ടിച്ചതെങ്കിലും അതിനെന്തില്ലായിരുന്നു? ജീവനില്ലായിരുന്നു. ആ പ്രതിമയായി കിടക്കുന്ന മനുഷ്യരൂപത്തിന്റെ മൂക്കിലേക്ക് തൻ്റെ ജീവന്റെ ജീവശ്വാസം ഊതിക്കയറ്റിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി മാറി. അവൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവേശിച്ചു. അങ്ങനെ ആദ്യത്തെ മനുഷ്യൻ കണ്ണു തുറന്നപ്പം ആദ്യം കണ്ടത് മരത്തെയല്ല, ആദ്യം കണ്ട നക്ഷത്രത്തെയല്ല, ആദ്യം കണ്ടത് സൃഷ്ടികളെയല്ല, ആദ്യം കണ്ടത് സൃഷ്ടാവിനെയാണ്. അത് കൈവേലയാണ്. അത് കൈവേലയാണ്, ദൈവത്തിൻ്റെ കൈവേലയാണ്. എല്ലാ സൃഷ്ടികളുടെയും പുറകിൽ യഹോവയുടെ കരമുണ്ട്, ബലമുള്ള ഭുജമുണ്ട്. സങ്കീർത്തനത്തിൽ നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച്. ദാവീദ് രാജാവ് പാടിയിട്ടുണ്ട്, വർണ്ണിച്ചിട്ടുണ്ട് യഹോവയുടെ കരത്തെക്കുറിച്ച്. ഈ പർവ്വതങ്ങളെ ഈ ഒറ്റ ഞാൺ കൊണ്ട്, ഞാണെന്ന് പറഞ്ഞത് ഞാൻ, ഇതൊരു മെഷർമെൻ്റാണ്. ഞാണെന്ന് പറഞ്ഞ പണ്ടത്തെ ആൾക്കാർക്ക് അറിയാം ഞാണെന്ന് പറഞ്ഞത്. ഒറ്റ ഞാൻ ഒറ്റ പിടി പിടിച്ചപ്പോൾ ഭൂമിയിലെ സകല പർവ്വതങ്ങളും വളർന്നു എന്നാണ്. യഹോവയുടെ ഒറ്റ ഞാൻ കൊണ്ട് പർവ്വതങ്ങളെ അളന്നു. സമുദ്രത്തിലെ സകല ജലത്തെയും കൈക്കുമ്പിളിൽ കോരി. സകല രാജ്യങ്ങളെയും ഭൂമിയെയും തുലാസിൽ തൂക്കി. ആ മഹത്തരമേറിയ കരം, ഭയങ്കര കരം, ആ കരമല്ലേ നമ്മളെ പിടിച്ചിരിക്കുന്നേ? ആ കരത്തിന്റെ ബലത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നേ? ആ കരമുള്ളത് കൊണ്ടല്ലേ നമ്മൾ തകർന്നു പോകാത്തത്? ഹല്ലേലൂയ. ആ കരമില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്നേ നശിച്ചു പോയേനെ, എന്നേ നശിച്ചു പോയേനെ. എന്ന് കരങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഒരിക്കലും ഈ കരമേനിൽ നിന്ന് എടുക്കരുത് എന്ന് പ്രാർത്ഥിച്ച്. അല്പസമയം മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ, പക്ഷേ യഹോവയുടെ കരം നിങ്ങളുടെ മേൽ വന്നിരിക്കും. യഹോവയുടെ കരം നിങ്ങളുടെ മേൽ വന്നിരിക്കും. ഒന്ന് പ്രാർത്ഥിച്ചേ, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ആഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. യഹോവയുടെ കരം വെറുതെ എപ്പോഴും എല്ലായിടത്തും പ്രത്യക്ഷപ്പെടുകയില്ല. പകരം ആ കരത്തിന്റെ സ്പർശനത്തിന് പകരം, ആ ഇടപെടലിന് പകരം ദൈവം ദൂതന്മാരെ അയക്കാറുണ്ട്. ദൈവം തന്റെ പ്രവാചകന്മാരെ അയക്കാറുണ്ട്. ദൈവം തന്റെ വചനത്തെ അയക്കാറുണ്ട്. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ യഹോവയുടെ കരം ഇറങ്ങിയാൽ അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നത് കാണാറുണ്ട്. പ്രവാചകന്മാർ പറഞ്ഞിട്ട് കേൾക്കാത്ത ഇടത്ത്, വചനം ചെന്നിട്ട് ക്രിയ ചെയ്യാത്ത സ്ഥലത്ത്, വചനത്തെ റിജക്റ്റ് ചെയ്യുന്ന സ്ഥലത്ത്, ദൂതന്മാർ പോയിട്ട് കാര്യങ്ങൾ നടക്കാത്ത സ്ഥലത്ത് യഹോവയുടെ കരം ഭാരമായി ഇറങ്ങാറുണ്ട്. അത് കുടുംബത്തിലായാലും വ്യക്തിപരമായ ജീവിതത്തിലും രാജ്യത്തിലായാലും. ചില പ്രൊഫറ്റിക്കൽ മെസ്സേജിന് ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കർത്താവ് 2-3 പ്രാവശ്യം ശബ്ദത്താൽ എന്നോട് സംസാരിക്കും. ഞാൻ ഇന്ന രാജ്യത്ത് എൻ്റെ കരം ഭാരമായി ഇറങ്ങും, ഇന്ന രാജ്യത്ത് എൻ്റെ കരം ഭാരമായി ഇറങ്ങും, ഇന്ന രാജാവിൻ്റെ മേൽ എൻ്റെ കരം ഭാരമായി ഇറങ്ങും. ചിലതൊക്കെ ഞാൻ മറച്ചു വെക്കും, കാരണം പബ്ലിക്കാ, യൂട്യൂബാ. ഒറ്റ വാക്കിൽ ഞാൻ തീർക്കും, ഇന്ന രാജ്യത്ത്
യഹോവയുടെ കരം ഭാരമായി ഇറങ്ങും. പ്രാർത്ഥിക്കുക. അതിനപ്പുറം എനിക്ക് ഡീറ്റെയിൽസ് തരാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ ഈ കരം ഏത് വിധമാണ് ഇറങ്ങേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കണം. ഭാരമായിട്ടാണോ അനുഗ്രഹമായിട്ടാണോ? ബേൽശസ്സർ രാജാവിന്റെ അരമനയിൽ യെരൂശലേമിൽ നിന്ന് കൊണ്ടുവന്ന യഹോവയുടെ വിശുദ്ധ പാത്രങ്ങളെ അശുദ്ധമാക്കിക്കൊണ്ട് ബേൽശസ്സർ രാജാവ്, നെബൂഖദ്നേസർ രണ്ടാമന്റെ കൊച്ചുമകനായ ബേൽശസ്സർ രാജാവ് മോഷ്ടിച്ചുകൊണ്ടൊന്ന് പിടിച്ചടക്കിക്കൊണ്ടുവന്ന് അവൻ തന്നെ മദ്യത്തെ ഒഴിച്ചു. വിശദമായി പറഞ്ഞാൽ കർത്തൃമേശ പാത്രത്തിൽ മദ്യമൊഴിച്ചു കുടിക്കുന്ന അവസ്ഥ. ഒരു ദിവസം ഇങ്ങനെ മദ്യലഹരിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ യഹോവയുടെ കരം ഭിത്തിയിൽ ഇങ്ങനെ എഴുതി വെച്ച്, മേനെ മേനെ തെക്കേൽ ഉർവസ്യൻ. ഈ അർത്ഥം വിവരിക്കാൻ അവിടത്തെ ഒരു മന്ത്രവാദിക്കോ ശകുനക്കാർക്കോ കഴിഞ്ഞില്ല. വ്യസനിച്ച് രാജാവ് ഇരിക്കുമ്പോൾ തൻ്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, വ്യസനിച്ചിരിക്കില്ലേ, യഹോവയുടെ ഒരു പ്രവാചകൻ നമ്മുടെ ഇടയിലുണ്ട്, നോക്കിക്കോണേ. കർത്താവിൻ്റെ കരം വന്നു. ഇനി പ്രവാചകനോട് സംസാരിക്കാൻ പോകുക. അർത്ഥം തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഏതോ ഒരു ഭാഷ, ഈ അന്യഭാഷ കളിയാക്കുന്നവരോട് ഞാൻ പറയാം, നിനക്ക് ചിലപ്പോൾ അർത്ഥം അറിയത്തില്ലായിരിക്കും, പക്ഷേ പ്രവാചകന് അർത്ഥം അറിയാം, സ്വർഗത്തിന് അർത്ഥം അറിയാം. കളിയാക്കുമ്പോൾ നീ ഭയപ്പെടണം. ചിലപ്പോൾ നിന്റെ ജീവിതം മാറുന്ന അർത്ഥം വരുന്ന വാക്കുകളായിരിക്കും. ബേൽശസ്സർ രാജാവ് ദാനിയേലിനെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, പലർക്കും പറ്റിയിട്ടില്ല, മന്ത്രവാദികൾക്ക് പറ്റിയിട്ടില്ല, സ്വപ്നത്തെ വ്യാഖ്യാനിക്കുന്നവർക്ക് പറ്റിയിട്ടില്ല. നീ യഹോവയുടെ പ്രവാചകനാണെന്നും നിനക്ക് സ്വപ്നം വ്യാഖ്യാനിക്കാൻ അറിയാമെന്ന് ഞാൻ ഇങ്ങനെ കേട്ടു. ഇതാ സംഭവം, ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. സംഭവം പറഞ്ഞു, നീ അവിശ്വസ്തനായി, നിന്റെ നിലയിൽ നിന്ന് ഞാൻ നിന്നെ മാറ്റാൻ പോകും. ഈ അർത്ഥം, ഇതിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാജാവിൻ്റെ ഏപ്പാടി എന്ന് പറഞ്ഞാൽ ഉടുത്തിരുന്ന മുണ്ടഴിഞ്ഞെന്ന് കാൽമുട്ട് വിറയ്ക്കാൻ തുടങ്ങി. ഈ ദാനിയേലിന്റെ പ്രത്യേകത, ചില പ്രവാചകന്മാരുടെ പ്രത്യേകത, എല്ലാ പ്രവാചകന്മാരും ഒരുപോലെയല്ല. വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തിൽ രഹസ്യമായി കിടക്കുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തി തരുന്ന പ്രവാചകന്മാരുണ്ട്. ചില രാജ്യങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുണ്ട്. പക്ഷേ ചില പ്രവാചകന്മാർ ആർക്കും അറിയത്തില്ല. പ്രാർത്ഥിക്കുന്ന, കണ്ണുനീരോടെ ഇരിക്കുന്ന പ്രവാചകന്മാർ, അവർ പ്രവചിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാ. എല്ലാവർക്കും അറിയണമെന്നില്ല. പക്ഷെ ദാനിയേലിന്റെ പ്രത്യേകത, എന്തെങ്കിലും വലിയൊരു അപകടം വരുന്നതിന് മുമ്പ് ദാനിയേൽ കയറി വന്നിട്ട്, രാജാവേ നീ ദീർഘായുസോടിരിക്കട്ടെ എന്ന് വന്ദനം ചൊന്നാ ചിന്തിച്ചോണം, അന്ന് അവന്റെ കഥ കഴിഞ്ഞു എന്നാ. ഞാൻ ഇതിന്റെ അർത്ഥം പറഞ്ഞ് ദാനിയേൽ തിരിച്ചു പോയപ്പോൾ അന്ന് ദാനിയേൽ പറഞ്ഞു, രാജാവേ നീ ദീർഘായുസോടിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ അന്ന് അവസാനത്തെ ബാക്കി എഴുതിയിരിക്കുന്ന, അന്ന് വൈകിട്ട് ബേൽശസ്സർ രാജാവ് കൊല്ലപ്പെട്ടു. അപ്പൊ യഹോവയുടെ കരം ബേൽശസ്സർ രാജാവിന് ഭാരമായി ഇറങ്ങി, അതിന് ജീവൻ നഷ്ടപ്പെടുന്നതിന് കാരണമായി മാറി. ഈ യഹോവയുടെ കരം, ഈ ഭയങ്കര കരം നിങ്ങളുടെ ഭവനത്തിൽ ഇറങ്ങേണ്ടത് ഭാരമായിട്ടായിരിക്കരുത്, അനുഗ്രഹമായിട്ടായിരിക്കണം. ഞാൻ പ്രവചിച്ചു പറയുകയാണ്, ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മേൽ, നിങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ യഹോവയുടെ കരം അനുഗ്രഹമായി വരാൻ പോകുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്ന കരങ്ങൾക്ക് ഓർത്ത് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരം വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു ജസ്റ്റ് 2-3 വാക്യത്തിൽ മാത്രം നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. യെഹെസ്കേൽ പ്രവചന പുസ്തകം 37-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചേ. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. യഹോവയുടെ കരം പ്രവാചകന്റെ മേൽ ഇറങ്ങി വരികയാണ്. യഹോവയുടെ കരം ഇറങ്ങി വന്നപ്പോൾ അടുത്ത നിമിഷം സംഭവിക്കുന്നത് എന്നറിയാമോ? യഹോവയുടെ ആത്മാവ്, അല്ലെങ്കിൽ യഹോവയുടെ ആത്മാവിനാൽ ഈ പ്രവാചകന്റെ ആത്മാവ് സഞ്ചരിക്കുകയാണ്. ഒരു സ്പിരിച്വൽ ട്രാൻസ്പോർട്ടേഷൻ, ഒരു ട്രാവൽ ഇൻ സ്പിരിറ്റ്. നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കുക, ആത്മാവിൽ ജീവിക്കുക, പക്ഷെ പ്രതികൂലം മാറുന്നില്ല. ഒരു ചുറ്റൽ, ജീവിതത്തിനകത്ത് ഒരു ചുറ്റൽ നടക്കുക. അതിനർത്ഥം ചിന്തിച്ചോണേ, യഹോവയുടെ കരം നിന്റെ മേലെ ഇറങ്ങി വന്നു എന്നതിന്റെ തെളിവാണ്. പക്ഷെ അധികം നാള്
ചുറ്റിക്കാൻ ദൈവം ഇടയാക്കത്തില്ല. പ്രവാചകൻ ആദ്യം യഹോവയുടെ കരം വന്നപ്പോൾ നേരെ പോയി റോൾസ് റോയ്സ് മേടിക്കുമല്ല, അടുത്തൊരു ക്രൂസൈഡ് പ്രസംഗിക്കുമല്ല. യഹോവയുടെ കരം വന്നപ്പോൾ അവൻ ആത്മാവിൽ സഞ്ചരിച്ചു. ആത്മാവിൽ സഞ്ചരിക്കണം. യഹോവയുടെ കരം വന്ന നീ ആത്മാവിൽ സഞ്ചരിക്കണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ആത്മാവിന്റെ നിറവ് വന്നാൽ ഓടിപ്പോയി ശുശ്രൂഷ ചെയ്യരുത്. നീ ആത്മാവിൽ ശക്തിപ്പെടണം. ആത്മാവിന്റെ നിറവ് വന്നാൽ ഓടിപ്പോയി ഞാൻ ക്രൂസ്, ഞാൻ ദയേ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി നോർത്ത് ഇന്ത്യയിലേക്ക് പോകാം. ചെന്ന് അവിടെ പോയി ഒരു വടിവാള് കാണുമ്പോഴേ നിന്റെ നിറവെല്ലാം തീരും. നിറവിലല്ല കാര്യം, ആത്മാവിന്റെ ശക്തിയിലാ കാര്യം. യേശു കർത്താവ് ആത്മാവ് നിറഞ്ഞവനായി ഗലീല വിട്ടു പോയി. എവിടെ പോയി? മരുഭൂമിയിൽ. ആത്മാവ് എങ്ങോട്ട് നയിച്ചു? മരുഭൂമിയിലേക്ക് നയിച്ചു. നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഈ മരുഭൂമി എന്ന് തീരും? ഈ കഷ്ടം എന്ന് തീരും? ഈ ഒറ്റപ്പെടൽ എന്ന് തീരും? ഈ ഉപവാസം എന്ന് തീരും? യേശു കർത്താവ് ആദ്യം പോയത് എങ്ങോട്ടാണെന്നറിയാമോ? മരുഭൂമിയിൽ പോയി ഒറ്റയ്ക്കിരിക്കുകയാണ്. 40 ദിവസവും പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. ചിലർ ചിന്തിക്കും സ്നാനപ്പെട്ട അന്ന് തുടങ്ങി പരീക്ഷ. നോ, അത് ട്രെയിനിങ് പീരീഡാ. അച്ഛാ എന്തുകൊണ്ട് വിസ കിട്ടുന്നില്ല? ട്രെയിനിങ് പീരീഡാ. എന്താ സാമ്പത്തിക ബുദ്ധിമുട്ട്? ട്രെയിനിങ് പീരീഡാ. ഈ സമയത്ത് നീ ആത്മാവിൽ ശക്തിപ്പെട്ടോണം. നീ മടുത്ത് പിന്മാറാനല്ലാതെ ദൈവം നിന്നെ അവിടെ ഇട്ടിരിക്കുന്നത്. നിന്റെ അകത്തൊരു ശക്തിയുള്ള ആത്മമനുഷ്യനുണ്ടെന്ന് ദൈവത്തിന് ഉറപ്പുണ്ടെങ്കിലേ ആ പരീക്ഷയിലൂടെ നിന്നെ കടത്തിവിടത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവ് മരുഭൂമിയിലിരുന്നു 40 ദിവസവും പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. അവസാനം 40 ദിവസം കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. പിശാച് വീണ്ടും അവന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഈ കല്ലിനോട് അപ്പമായി തീരാൻ കൽപ്പിക്കും. നീ ദൈവപുത്രനല്ലേ, വേണമെങ്കിൽ ഇതൊരു ബ്രെഡ് ആക്കാം, ഒരു വാക്ക് പറഞ്ഞാൽ മതി. പക്ഷെ പറഞ്ഞു വേണ്ട, വചനം കൊണ്ട് ഈ ആത്മാവിൽ ശക്തിപ്പെട്ടവന്റെ ഒരു പ്രത്യേകത, അവൻ വായി തുറന്നാൽ നെഗറ്റീവ് അല്ല പറയുന്ന, വചനം പറഞ്ഞുകൊണ്ടിരിക്കും. വെറും നിറവാണോ? നീ നെഗറ്റീവ് പറയാൻ സാധ്യതയുണ്ട്. നിന്റെ ആത്മാവിന്റെ ശക്തിയാണോ? നീ നെഗറ്റീവ് പറയത്തില്ല. നിന്റെ വായിൽ നിന്ന് വചനമേ വരത്തുള്ളൂ. നീ എത്ര പരീക്ഷിക്കപ്പെട്ടാലും, നീ എത്ര മരുഭൂമിയിൽ പോയിരുന്നാലും, വെള്ളമില്ലെങ്കിലും ഫുഡില്ലെങ്കിലും ഉപവാസമാണെങ്കിലും ഒറ്റപ്പെടലാണെങ്കിലും നിന്റെ വായിൽ വചനം മാത്രമേ വരത്തുള്ളൂ. യേശു കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ ഹല്ലേലൂയ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വചനത്താലും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നമ്മൾ ഈ ആത്മാവിന്റെ നിറവ് വരുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റാ. ദൂതന്മാർ നമ്മുടെ കൂടെയുണ്ട്. ഞാനിപ്പം ബുർജ് ഖലീഫയുടെ മേളിൽ ഞെരിപ്പെടുത്ത് ചാടി കാണിക്കാം. ദൂതന്മാർ പാരച്ചൂട്ടുമായിട്ട് വരും. അങ്ങ് താഴെ എത്തുന്നതിന് മുമ്പ് നീ ചാവും. ഇനി ആത്മശക്തി വരുമ്പോഴേ നമ്മൾ ആരാണെന്നുള്ള ബോധ്യമാണ് ആദ്യം വരുന്നത്. ഞാൻ ദൈവത്തിന്റെ മകനാണ്, എൻ്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു, ഞാൻ ജീവിക്കുന്നത് വചനത്തിലാണ്, ഞാൻ നിൽക്കുന്നത് ക്രിസ്തു എന്ന പാറമേല എന്ന ആ സ്പിരിച്വൽ മെച്യൂരിറ്റി വരണമെങ്കിൽ ആത്മാവിൽ ശക്തി പ്രാപിക്കണം. അവൻ എവിടെ പോയിരുന്നാലും അവൻ ദൈവപുത്രൻ തന്നെ ആയിരിക്കും. യേശു കർത്താവ് പാപികളോടും ചുങ്കക്കാരോടും കൂടെ ഫുഡ് കഴിച്ചു, പാനം ചെയ്തു. പരീക്ഷന്മാർ ചോദിച്ചു, ഇവൻ പാപികളോട് ഇരിക്കുന്നു. എൻ്റെ ബ്രദറെ, ഞാൻ നിങ്ങളെ കാണാനല്ല വന്നേ, വിശുദ്ധന്മാരെ വിളിക്കാനല്ല വന്നേ, പാപികളെ. ആത്മനിറവ് പ്രാപിച്ചവനല്ല, ആത്മശക്തി പ്രാപിച്ചവൻ ഒരിടത്ത് പോയിരുന്നാൽ അവൻ അവരുടെ കൂട്ടത്തിലല്ല ചേരുന്നത്, അവർ നിന്റെ കൂട്ടത്തിലേക്ക് ചേരും. അതാണ് ഈ ആത്മാവിന്റെ ശക്തി, ശക്തിയുടെ പ്രദർശനം. യഹസ്കേലിന്റെ മുകളിൽ യഹോവയുടെ കരം വന്നപ്പോൾ ആത്മനിറവ് പ്രാപിച്ചിട്ട് ആത്മാവിൽ സഞ്ചരിച്ചു. എവിടെ പോയെന്നറിയാമോ? മരുഭൂമിയിലല്ല, അസ്ഥിത്താഴ്വര, ഏറ്റവും ഭയക്കുന്ന ഒരു സ്ഥലം. ആരെങ്കിലും ഒരു വലിയ കല്ലറയ്ക്കകത്ത്, ഈ ഡോറ് തുറക്കുന്ന കല്ലറയില്ലേ പള്ളിയിൽ, ഡോറ് തുറക്കുന്ന കല്ലറ, ഏറ്റവും മുകളിലത്തെ ഏറ്റവും വലിയ കല്ലറയിൽ പോകണം. എന്നിട്ട് ആ ഏറ്റവും മുകളിലത്തെ കല്ലറ തുറന്നിട്ട് അതിലേക്കൂടെ ഇങ്ങനെ അകത്ത് കയറിയിട്ട് അങ്ങ് അകത്തോട്ടെടുത്ത് ചാടണം. ചിന്തിച്ചേ, പേടിയാകുന്നില്ലേ?
ലൈറ്റും ഇല്ല, ഓക്സിജനും ഇല്ല, ദുർഗന്ധവും. മൊബൈൽ എങ്ങാനും ഉണ്ടെങ്കിൽ ലൈറ്റ് ഇടാൻ പേടിയാ, ഫ്രണ്ടിൽ തലയോട്ടിയായിരിക്കും. ജീർണിക്കാത്തതുകൊണ്ട്, എല്ലായി കിടക്കുന്നതുണ്ട്, വർഷങ്ങൾക്ക് മുമ്പേ അവിടെ കിടക്കുന്ന അസ്ഥികൂടങ്ങളുണ്ട്. ഒരു 5-6 പേര് കിടക്കുന്ന കല്ലറയിൽ നിൽക്കാൻ ചിന്തിച്ചിട്ട് ഭയം വരുന്നു. ഒരു പർവ്വതം മുഴുവനും, ഒരു പ്രദേശം മുഴുവൻ അസ്ഥിത്താഴ്വര. അങ്ങനെ പറയുന്നു, അസ്ഥിത്താഴ്വരയുടെ നടുവിൽ നിർത്തി ഒറ്റയ്ക്ക്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നീ ചുറ്റി ചുറ്റി നടക്ക്, ഒന്ന് കാണ്, എത്രത്തോളം ഉണ്ടെന്ന് നീ എന്ന് കാണ്. പ്രവാചകൻ തിരിച്ചൊന്നും പറഞ്ഞില്ല, കാരണം ആ ആത്മാവിൻ്റെ ശക്തി പ്രാപിച്ചവനാ. അവൻ ചുറ്റി ചുറ്റി നടന്നു. എന്താ ഈ ചുറ്റൽ? ഈ ചുറ്റലിന് ആരെങ്കിലും സഹായിക്കാനുണ്ടോ? ഇല്ല. ഉള്ളവരിതേ ചത്തു കിടക്കുന്നു. ഒരു ഫിഗറും ഇല്ലാത്ത കുറെ എല്ലും കഷ്ണങ്ങൾ, ഒരു മനുഷ്യനുമില്ലാത്ത ഒരസ്ഥി താഴ്വര. ആരാലും സഹായിക്കാൻ കഴിയുന്നില്ല, ഒരു മനുഷ്യനുമില്ല. ആ സമയത്ത് ചുറ്റി ചുറ്റി, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചുറ്റലുണ്ടെങ്കിൽ പിറുപിറുക്കാനല്ല, മൗനമായിട്ടിരിക്കുക. ചുറ്റാനുള്ള സമയം മുഴുവനും ചുറ്റി എന്ന് കാണുക. പ്രതികൂലം എത്ര പോണെന്ന് കാണുക. ഇതിൻ്റെ നടുവിൽ അടുത്തൊരു ശബ്ദം വരും, എനിക്ക് നിന്റെ അഭിപ്രായം ഒന്ന് കേൾക്കണം. ഈ അസ്ഥികൾ ജീവിക്കുമോ? ഒറ്റ ചോദ്യം, ഈ അസ്ഥികൾ ജീവിക്കുമോ? ആ സമയത്ത് കർത്താവേ, എന്നെ ഇവിടെ നിന്ന് മാറ്റണമേ എന്ന് പറയാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, എന്ന് പറയുന്നത് കേൾക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഈ പ്രതികൂലത്തിൽ നിന്ന് എന്നെ മാറ്റാമോ, ഈ അസ്ഥിയുടെ നടുവിൽ നിന്ന് എന്നെ മാറ്റാമോ എന്ന പ്രാർത്ഥനയല്ല യെഹെസ്കേൽ പ്രാർത്ഥിച്ചത്. യഹോവയെ, നിനക്കറിയാം അടുത്തത് എന്ത് സംഭവിക്കാൻ പോകുന്നത്, നിനക്കറിയാം. യഹോവ പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെ നീ പ്രവചിക്കുക. ആ പ്രവചിക്കുന്ന സമയം സംഭവിച്ചെന്നറിയാമോ? ഒരു അസ്ഥി കൂട്ടം ഒരു സൈന്യമായി എഴുന്നേറ്റ് നിന്നു. ഞാനിങ്ങനെ ആത്മാവിൽ വിളിച്ചു പറയാം, ഒരു പ്രതീക്ഷയുമില്ലാത്ത സ്ഥാനത്ത് നിന്റെ മേൽ യഹോവയുടെ കരം വന്നാൽ, അല്ലെങ്കിൽ ജീവനില്ലാതെ കിടക്കുന്ന ചില അസ്ഥികളെ ജീവിപ്പിക്കാനുള്ള അധികാരത്തിന്റെ കൈമാറ്റങ്ങൾ ആ കൈവെപ്പിലൂടെ നിന്റെ മേൽ തരുമെന്ന്. എന്താ നിനക്ക് പ്രതികൂലം? നിന്റെ മേൽ ഒരു അധികാരത്തിന്റെ കൈമാറ്റം ചെയ്യുവാനുണ്ട്. എന്താ നിനക്ക് കടഭാരം? നിന്റെ മേൽ ഒരു അധികാരത്തിന്റെ കൈമാറ്റമുണ്ട്. സാമ്പത്തികമായി ചത്തു കിടക്കുന്നതിനെ ജീവിപ്പിക്കുവാൻ. രോഗിയാണോ? രോഗത്തിൽ നിന്ന് ജീവനോടെ എഴുന്നേൽക്കുവാൻ. എന്താ നിനക്ക് പ്രതികൂലമായിട്ട് കിടക്കുന്നത്? പ്രതികൂലത്തിൽ നിന്ന് അനുകൂല സാഹചര്യങ്ങൾ നിന്റെ നാവിൽ നിന്ന് പുറത്തുവിടുന്ന വചനത്താൽ ചിലർ ശക്തി പ്രാപിച്ച് പുറത്തു വരേണ്ടതിന്, അധികാര കൈമാറ്റത്തിന് വേണ്ടി യഹോവയുടെ കരം നിന്റെ മേൽ ശക്തിയോടെ ഇറങ്ങി വരികയാ. ഇന്ന് രാത്രി നിന്നെ നോക്കി പ്രവചിക്കുകയാണ്, നിനക്ക് അസാധ്യമായത് ഒന്നും ഉണ്ടാകില്ല. കാരണം നിന്നെ പിടിച്ചിരിക്കുന്നതോ നിന്റെ തലയിൽ വന്ന് വീണതോ മനുഷ്യന്റെ കരമല്ല, യഹോവയുടെ കരമത്രേ. എന്റെ കരങ്ങളെ തോട്ടി ഒന്ന് സ്വീകരിച്ചോട്ടെ. അടുത്ത വാക്യം ഒന്ന് വായിക്കും, പെട്ടെന്ന് വായിക്കും. യെശയ്യാ പ്രവചന പുസ്തകം 41-ാമത്തെ അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യം വേഗത്തിൽ ഒന്ന് വായിച്ചാട്ടെ. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട്, എന്റെ നീതിയുള്ള വലം കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഞാൻ നിന്നെ താങ്ങും. വായിച്ചോ. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും. നിന്നോട് വിവാദിക്കുന്നവർ നശിച്ചില്ലാതെയാകും. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ലതാനും. കാണത്തില്ല. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയും പോലെ ആകും. നിന്റെ ദൈവമായ യഹോവ എന്ന് ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട്, ഞാൻ നിന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നുവെന്ന് ഭയപ്പെടേണ്ട, അതുകൊണ്ട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്നെ സഹായിക്കും. അടുത്തത് എന്ന് പറയുന്നു. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിശേ, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്നെ സഹായിക്കാൻ പോകുകയാണ്. യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്ന യഹോവ അരുളി ചെയ്യുകയാണ്. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരൻ നിന്റെ യഹോവയായ ഞാൻ പരിശുദ്ധൻ തന്നെ. പരിശുദ്ധൻ തന്നെ. ഇതാ ഞാൻ നിന്നെ പുതിയതും, ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ള മെതിവണ്ടിയാക്കാൻ പോകുക.
യഹോവയുടെ കരം യെശയ്യാവിന്റെ മേൽ വരുമ്പോ നീ അസാധാരണമായ ഒരു മനുഷ്യനായി മാറാൻ പോകുകയാണ്. എത്ര ശത്രുക്കൾ നിന്റെ മുമ്പിൽ വന്നാലും, എത്ര പിശാചുകൾ നിന്റെ മുമ്പിൽ പ്രതികൂലമായി വന്നാലും, നിന്നെ അതിനെ ഇടിച്ചു കളയാൻ പാകത്തിൽ മൂർച്ചയേറിയ ഒരു മെതിവണ്ടിയാക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? നീ മൂർച്ചയേറിയ ഒരു മെതിവണ്ടിയാകാൻ പോകുകയാണ്. നീ മൂർച്ചയേറിയ ഒരു മെതിവണ്ടി ആകണമെങ്കിൽ നിന്റെ കരം പിടിച്ചിരിക്കുന്നത് യഹോവയായിരിക്കണം. നീ ഭയപ്പെടേണ്ട. നിന്റെ വലം കൈ പിടിച്ചിരിക്കുന്നത് മനുഷ്യനല്ല, നിന്റെ വലം കൈ പിടിച്ചിരിക്കുന്നത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ്. യഹോവയായ പരിശുദ്ധനാണ്. അതുകൊണ്ട് ബലമേറിയതും മൂർച്ചയേറിയതുമായ മെതിവണ്ടിയാക്കി ഞാൻ നിന്നെ മാറ്റി. അടുത്തത് വായിച്ചോടാ. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും, നീ പർവ്വതങ്ങളെ, അതായത് നിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വതം, അത് നിന്റെ സ്വഭാവമാകാം, നിഗളമാകാം, അഹങ്കാരമാകാം. പക്ഷേ നിന്റെ മേൽ നിന്റെ വഴി തടയുന്ന ചിലരുടെ ആഭിചാരമാകാം, ചിലത് പ്രതികൂലമാകാം, ചില മതിലാകാം. പക്ഷേ അതിനെ പൊടിച്ചു കളയുമെന്ന്. അടുത്തത്, കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും. കുന്നുകളെ പതിർ പോലെ നീ ആക്കും. നീ അവയെ പാറ്റും, നീ അവയെ പാറ്റിക്കളയും. കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോകും. ആത്മാവ് വന്ന് ചിലതിനെ പറപ്പിച്ചു കളയുമെന്ന്. ചുഴലിക്കാറ്റ് അവയെ ചിതറിച്ചു കളയും. നീയോ യഹോവയിൽ ഘോഷിച്ചുല്ലസിച്ച്, നീ യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കും. ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ പുകഴും. ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ നീ പുകഴും. മതി. യഹോവയുടെ കരമാണോ നിന്റെ വലം കൈ പിടിച്ചിരിക്കുന്നത്? നീ തിരിച്ചു ഓടാനല്ല. പ്രതികൂലം, മതിലുകൾ, പർവ്വതങ്ങൾ, ഹല്ലേലൂയ, നിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുമ്പോൾ നീ കളഞ്ഞിട്ട് പോകാനല്ല ദൈവം നിന്നെ പിടിച്ചിരിക്കുന്നത്. നിന്നെ മൂർച്ചയേറിയ ഒരു മെതിവണ്ടി. എന്തിനാ മലയാളം ഞാൻ ഇംഗ്ലീഷിൽ പറയാം, ഒരു JCB ആക്കി കളയുമെന്ന്. എത്ര വലിയ മതിലായാലും, എത്ര വലിയ കാറ്റായാലും, എത്ര വലിയ അല്ലെ പടുകൂറ്റൻ വൃക്ഷമായാലും, അല്ലെങ്കിൽ ഒറ്റ പിടിയിലത് പെഴുതുമാറും. അത്ര ശക്തിയാ യഹോവയുടെ കരത്താൽ പിടിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ. ആദ്യത്തെ ഗണം, യഹോവയുടെ ആത്മാവിന്, യഹോവയുടെ കരം എൻ്റെ മേൽ വന്നപ്പോൾ ആത്മാവിൽ ഞാൻ പുറപ്പെട്ടു പോയി. എവിടെ പോയി നിന്നു? അസ്ഥിത്താഴ്വരയിൽ. അസ്ഥിത്താഴ്വരയിൽ പോയി നിന്നിട്ട് ഉണങ്ങിപ്പോയ അസ്ഥികളെ ജീവിപ്പിക്കുവാൻ അധികാരത്തിന്റെ കൈമാറ്റം സംഭവിച്ചു. അടുത്തത് സംഭവിച്ചത് എന്താണെന്നറിയാമോ? നിന്നെ അസാധാരണമായ ധൈര്യം തന്നു. അതുകൊണ്ടാ ദൈവം പറഞ്ഞു, നീ ഭയപ്പെടരുത്, നീ ധൈര്യമായിരിക്കും. കാരണം നിന്റെ വലം കൈ പിടിച്ചിരിക്കുന്നത് ഞാനാണ്. മൂർച്ചയേറിയ മെതിവണ്ടിയാക്കി മാറ്റിയിരിക്കുക നിന്നെ. അതുകൊണ്ട് ഈ യാചിച്ച് പ്രാർത്ഥിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, ചിലതിനോട് കൽപ്പിക്കാനാ, ചിലതിനെ ഇടിച്ച്. നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഒന്ന് പ്രൊഫറ്റിക്കൽ ആക്ഷൻ ചെയ്യണം കേട്ടോ. പ്രൊഫറ്റിക്കൽ ആക്ഷൻ ചെയ്യണം. ഒരു സ്ഥലത്തിരുന്ന് ഇങ്ങനെ കുലിങ് നല്ലതാ, കുഴപ്പമൊന്നുമില്ല. ആ പാരമ്പര്യമൊക്കെ ഒന്ന് മാറണം. ഒന്ന് വിശാലമായ ഒരു സ്ഥലത്തൊക്കെ പോയി നിന്നിട്ട് ഒന്ന് ചവിട്ടണം. ചവിട്ടിക്കും. വാതിൽ അടഞ്ഞു കിടക്കുന്ന വാതിലാണോ യേശുവിന്റെ നാമത്തിൽ ചവിട്ടി തുറന്നു വരും ആത്മാവിൽ. നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോല ഞാൻ നിന്റെ കൈ തരുന്നത് സഭയ്ക്ക് കൈമാറി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. കാരണം അധികാരത്തിന്റെ താക്കോൽ നിന്റെ കയ്യിൽ ഓൾറെഡി കൈമാറി കഴിഞ്ഞു. സകലവിധ ആയുധങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. ഉപയോഗിക്കാൻ അറിയാത്തതാണോ, അറിഞ്ഞിട്ടും ഉപയോഗിക്കാത്തതാണോ എന്ന് അറിയത്തില്ല. പക്ഷേ ഇപ്പോഴും തുരുമ്പ് പിടിച്ചിരിക്കുകയാണ്. AK-47 നിന്റെ കയ്യിലുണ്ട്, പരിശീലനം ലഭിച്ചിട്ടുമുണ്ട്. ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഒരു മാനുവൽ ബുക്കിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, തിയറി എല്ലാം പഠിച്ചു. പക്ഷെ ശത്രു വരുമ്പോ തോക്ക് ചൂണ്ടി നിൽക്കുക. AK-47 ഫുൾ ലോഡാ, ശത്രു ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ അവൻ എന്നെ വെട്ടിക്കൊല്ലും, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലും. AK-47 കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് നമ്മൾ കമാൻഡോയെ വിളിച്ച് പറയാ, ഈ AK-47 തന്ന ആൾ വിളിച്ചിട്ട്, അയ്യോ എൻ്റെ ബ്രദറെ, പാസ്റ്ററെ, ഇതൊന്ന് പൊട്ടിക്കാവോ, ശത്രു മുമ്പിലുണ്ട്, ഒന്ന് പൊട്ടിക്കാവോ എന്ന്. അതാണ് നമ്മുടെ അഭിഷേകം. ഒന്നുമില്ല, ആ കാഞ്ചിയെന്ന് വലിച്ചാൽ പൊട്ടും, അവൻ ചാകും. അഭിഷേകം കയ്യിലുണ്ട്, അധികാരമുണ്ട്, താക്കോലും കയ്യിലുണ്ട്.
തുറക്കാനും അറിയത്തില്ല. ബാങ്കിൽ നിറച്ച് പൈസയുണ്ട്, ചെക്ക് ഉണ്ട്, ഒപ്പിടാൻ അറിയത്തില്ല, എഴുതാനും അറിയത്തില്ല. എന്നാ എഴുതണ്ട, നീ ATM പോയി നീ പൈസ എടുക്ക്. ATM ഫ്രണ്ടിൽ പോയി നിൽപ്പുണ്ട്, അതെടുക്കാൻ അറിയത്തില്ല. വിളിച്ചു ചോദിക്കുക, ATM ഉണ്ട്, പൈസയുണ്ട്, കർത്താവേ ഇത് എടുത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ സകല നിക്ഷേപങ്ങൾ നമുക്കുണ്ട്, അനുഗ്രഹങ്ങളും ഉണ്ട്. ഇപ്പോഴും യാചിക്കുക, കർത്താവേ എന്തിനാ, എന്ന് തീരും ഈ കഷ്ടം, എന്ന് തീരും ഈ ദുഃഖം. ആത്മാവിൽ കയറി എഴുതി മേടിക്കണം. ഒരു ചെക്ക് പോലെ ഒരു ചെക്ക് ലീഫ് എടുക്കണം. ചെക്ക് ലീഫ് പോലെ എന്ന് എഴുതണം. ഒരു പ്രൊഫറ്റിക്കൽ ഫെയ്ത്ത് ആക്ഷനാ. നിങ്ങൾക്ക് എത്ര രൂപ വേണം എഴുതണം. സ്വർഗത്തിൽ കൊണ്ട് മാറണം. ഒരു പൊട്ടനെ പോലെ ചിലത് ചെയ്താലേ ചിലത് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ കയ്യിൽ സർവായുധ വർഗമുണ്ട്, വചനം എന്ന വാളുണ്ട്. രാത്രി പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ പകൽ എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഈ വാള് വീശണം. യേശുവിന്റെ നാമത്തിൽ എൻ്റെ മുമ്പ് നിൽക്കുന്ന പല പ്രതികൂലങ്ങളെ ഞാൻ വെട്ടുന്നു, വെട്ടുന്നു, വെട്ടുന്നു. എൻ്റെ മുമ്പ് നിൽക്കുന്ന പിശാചെ ഞാൻ വെട്ടുന്നു. പാരമ്പര്യ രോഗമാണ് ഞാൻ വെട്ടുന്നു. ശാപമാണ് അതിന്റെ അടിവേര് ഞാൻ വെട്ടുന്നു. 100 110% അതിന്റെ അടിവേര് മുറിഞ്ഞിരിക്കും. സാക്ഷിയാണ്, ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് ഞാൻ കണ്ടവനാണ്. എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യാതെ ഒന്നും സംഭവിക്കത്തില്ല. ഈ യെഹസ്കേൽ പ്രവാചകൻ ലിറ്ററലി പോയി അസ്ഥിത്താഴ് വരെ നിൽക്കുവല്ല, ദർശനമാണ്. അർത്ഥം ഇതാണ്, ഇസ്രായേലിന്റെ അപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് യഹോവയായ ദൈവം യെഹസ്കേൽ പ്രവാചകന് ദർശനത്തിൽ കാണിച്ചു കൊടുത്തതായത്. ആ ദർശനത്തിൽ ആക്ഷൻ ചെയ്യുകയാണ്, പ്രവചിക്കുകയാണ്. ഇസ്രായേലിന്റെ അവസ്ഥ മാറുക. ആ ഇസ്രായേലിന്റെ അവസ്ഥയെ പ്രവാചകൻ ദർശനത്തിൽ പ്രൊഫറ്റിക്കൽ ആക്ഷൻ ചെയ്ത് മാറ്റുകയാണ്, തിരിക്കുകയാണ്. എന്തെങ്കിലും ചെയ്യാതെ, നാം ഒരു വിശ്വാസത്തിൽ ഒരു സ്റ്റെപ്പ് വെക്കാതെ ദൈവം പ്രവർത്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവം പ്രവർത്തിക്കും, ഫേവർ കൊണ്ട് പ്രവർത്തിക്കും, അറിവില്ലായ്മ ദൈവം പ്രവർത്തിക്കും. പക്ഷെ എല്ലാം അറിയുന്ന, സർവായുധ വർഗം ധരിച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ആർമർ ഓഫ് ഗാഡ് ധരിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് നീ യുദ്ധം ചെയ്യാതെ നീ വീട്ടിൽ ഇരുന്ന് കഴിച്ചിരുന്ന് ചീർക്കുന്നല്ലാതെ ഈ യുദ്ധത്തിനും പോകുന്നില്ല, ആരെയും വെട്ടിയും കൊല്ലുന്നില്ല, റിപ്പോർട്ട് വരുമ്പോൾ നീ ഒന്നും ചെയ്തിട്ടുമില്ല. അത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അഭിഷേകം കൊണ്ട് നിനക്ക് ഒരു ഉപയോഗവും ഇല്ല. നിന്റെ മേൽ അഭിഷേകം ഉണ്ടെങ്കിൽ ഇറങ്ങി അങ്ങോട്ട് നിൽക്കണം, വാടാന്ന് പറയണം. അത് എത്ര വലിയ ലൂസിഫർ ആണെങ്കിലും എന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി എനിക്ക് ബോധ്യമുള്ളിടത്തോളം കാലം ലൂസിഫറെ നീ എൻ്റെ മുമ്പിൽ മുട്ടുകുത്തും. നമ്മൾ റോഡിലേക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോഴേ ചില പട്ടികൾ ഇങ്ങനെ നോക്കി, ഇങ്ങനെ കടിക്കാൻ വരാനല്ല, നമ്മളെ കണ്ട് പേടിക്കുന്നതാണ്. നമ്മൾ ഉപദ്രവിക്കാൻ പോവുകയാണോ? അല്ല, പട്ടി ഒന്ന് മൈൻഡ് ചെയ്യാതെ ഒന്ന് നടന്നു നോക്കിയേ, ഈ പട്ടി ഒന്നും ചെയ്യത്തില്ല, ഒന്ന് ഒരു കുരയ്ക്കുമായിരിക്കും. പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല. സംഭവം നമ്മൾ അങ്ങോട്ട് നോക്കിയിരിക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ, സ്റ്റക്കായിട്ട് നിൽക്കുക. പട്ടി ഇതുപോലെ നിൽക്കുക. പട്ടി വിചാരിക്കുന്നു ഇപ്പൊ ഇവനെ എറിയും, ഈ പുള്ളി വിചാരിക്കുന്നു ഇപ്പൊ എന്നെ കടിക്കും. രണ്ടുപേർക്കും ഭയമാ. അതുപോലാണ് പിശാച് ഇങ്ങനെ നോക്കി നിൽക്കുക. നമ്മൾ വിചാരിക്കും പിശാച് നമ്മൾ നോക്കി പേടിപ്പിക്കുക, അല്ല, പിശാച് നമ്മളെ നോക്കി കണ്ട് പേടിക്കുക. പിശാച് വിചാരിക്കും ഇവനെ നോക്കുന്നു, ഇപ്പൊ മിക്കവാറും എന്നെ ദഹിപ്പിച്ചു കളയും. ഇത് രണ്ടുപേരും ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ കണ്ണും കണ്ടി നോക്കി നിൽക്കുക. പാസ്റ്റർ വിളിക്കും, പാസ്റ്ററെ പിശാചിന്റെ ഭയങ്കര പോരാട്ടം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പിശാച് ദേ എന്നെ നോക്കി നിൽക്കുക. വചനം കയ്യിലുണ്ടോ? നിനക്ക് എന്തിനാ ഭയം? നീ ഒരു മെതിവണ്ടിയാ. വല്ല മനസ്സിലാവുന്നുണ്ടോ? യഹോവയുടെ കരം ഓൾറെഡി നിന്റെ മേൽ വന്നു. അത് ഞാൻ അവസാനം തെളിയിക്കാം. അത് ഏത് കരമാണ് നമ്മുടെ മേൽ ഉള്ളതെന്ന് ഞാൻ അവസാനം പറയാം. ഈ ബേൽസസർ രാജാവ് തൻ്റെ അപ്പൻ നെബൂഖദ്നേസർ രണ്ടാമൻ ഈ വിവാഹം കഴിച്ചിരിക്കുന്ന ഒരു കാട്ടിലെ രാജാവിൻ്റെ മകളെയാ. ഞാൻ ഇങ്ങനെ പറയാം, നെബൂഖദ്നേസർ രാജാവ് രണ്ടാമൻ ബാംഗ്ലൂരുകാരനാ. ഭാര്യ വയനാട്ടിലൊരു അട്ടപ്പാടിയിലുള്ളൊരു പെൺകുട്ടിയാണ്. അപ്പം ഈ പെൺകുട്ടി ഈ നല്ല ഓക്സിജനൊക്കെ
ശ്വസിച്ച് ജീവിച്ച് അവിടുത്തെ നല്ല ഫ്രൂട്ട്സൊക്കെ കഴിച്ച് ജീവിക്കുന്ന ഒരു രാജാവിൻ്റെ മോളാണ്. അവിടെ നിന്നാണ് കല്യാണം കഴിച്ചുകൊണ്ട് വന്നേക്കുന്നേ. ബാംഗ്ലൂരോട്ട് ചെന്നപ്പം ഭയങ്കര ഒച്ചപ്പാടും ബഹളവും വണ്ടിയുടെ ശബ്ദവും അങ്ങ് ഭയങ്കര ഒച്ചപ്പാട്, ഭയങ്കര അസ്വസ്ഥതയാണ്. അങ്ങനെ ഇറാഖിൽ ബാബിലോൺ സാമ്രാജ്യ സിറ്റിയിൽ ഒരു ഹാങ്ങിങ് ഗാർഡൻ ഉണ്ടാക്കി. ഈ ലോകത്തിലെ ആദ്യം ഏറ്റവും വലിയ റിസോർട്ട് ഉണ്ടാക്കിയ രണ്ടാമത്തെ ആളാണ്. ഒന്നാമത്തെ ആള് ദൈവം ഏദൻ തോട്ടം ഉണ്ടാക്കിയ ഏറ്റവും വലിയ റിസോർട്ടാണ് ഏദൻ തോട്ടം. അത് കഴിഞ്ഞ ശേഷം അത് ക്ലോസ് ആയി, അടച്ചു പൂട്ടിയതിന് ശേഷം രണ്ടാമത് തുറന്ന റിസോർട്ടാണ് ഹാങ്ങിങ് ഗാർഡൻ. ഇങ്ങനെയാണ് അതിൻ്റെ സൃഷ്ടി. ഇങ്ങനെയാണ് ഒരു 4 നില ഉയരം മണ്ണ് കയറ്റി അടിച്ചിട്ട് 4 തട്ടാക്കി. എന്നിട്ട് അന്ന് മോട്ടറൊന്നുമില്ല. ഈ സ്ഥലത്ത് ഒരു ഐലൻഡ് പോലെ ഉണ്ടാക്കിയിട്ട് വെള്ളം കയറ്റി. എവിടെ നിന്ന് അറിയാമോ? ഈ യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് വെള്ളം അടിച്ചു കയറ്റി. അത് ഏത് ടെക്നോളജി ആണെന്ന് പോലും എനിക്കറിയത്തില്ല. ഇപ്പം ബൈബിൾ വായിച്ചിട്ട് ഒരു പിടുത്തവുമില്ല. ഏത് പമ്പ് വെച്ച് അടിച്ചെന്ന് അറിയത്തില്ല. അത് ചാലുണ്ടാക്കി വെള്ളം കയറ്റി ക്ലോസ് ചെയ്തു. സ്വിമ്മിംഗ് പൂള്, ഏറ്റവും വലിയ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി. ആർക്കും ഈ ഗോപുരത്തിനകത്ത്, ഈ റിസോർട്ടിനകത്ത് കയറാൻ പറ്റത്തില്ല. ഒറ്റ വഴിയേ ഉള്ളൂ. ഇതിന് ചുറ്റും 100 വാതിലുകളുണ്ട്. 100 വാതിലുകൾ. ഇതിന്റെ മെയിൻ ഗേറ്റിനകത്താണ് ഈ താമരവാതിലുള്ളത്. ഈ താമരവാതിലിന്റെ വാക്യം കേട്ടിട്ടുണ്ടോ? താമരവാതിലിനെ തുറക്കും. ആ താമരവാതിലുള്ളത് ഈ ഹാങ്ങിങ് ഗാർഡന്റെ ഫ്രണ്ടിലാണ്. മതില് എത്രയോ അടി ഉയരമുള്ള മതില് കെട്ടിയിട്ടുണ്ട്. ആർക്കും മതിൽ ചാടി കടക്കാൻ പറ്റത്തില്ല. ആ മതിലിന്റെ വീതി എന്ന് പറഞ്ഞാൽ ഒരു 6 കുതിര തേര്, 6 സെറ്റ് കുതിരത്തേര് നിരന്ന് പാരലായി പോകാൻ എങ്ങനെ പോകുമോ അത്ര വീതിയാണ്. ഒരു 4 വരി പാത എന്ന് പറയാം. 4 വരി പാതയുടെ കനവാണ് ഈ മതിലിനുള്ളത്. മനസ്സിലായോ? ഇപ്പൊ എത്ര അടി ഉയരമാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആർക്കും കയറാൻ പറ്റത്തില്ല. ആർക്കും രക്ഷപ്പെട്ട അകത്ത് കയറാൻ പറ്റത്തില്ല. എന്നാൽ ഒറ്റ വാതിലേ ഉള്ളൂ. അതാണ് ഈ താമരവാതില്. ഈ താമരവാതിൽ തുറക്കണമെങ്കിൽ വർഷത്തിൽ ഒരിക്കലേ തുറക്കത്തുള്ളൂ. ഈ വർഷത്തിൽ ഒരിക്കൽ തുറക്കുന്നത് മനുഷ്യന് തുറക്കാൻ പറ്റത്തില്ല. 6 ആനകൾ, ശക്തിയേറിയ ആനകൾ വന്ന്, ആഫ്രിക്കൻ ആനകളെ കണ്ടിട്ടുണ്ടോ? അതുപോലെയുള്ള ആനകളെ കൊണ്ടുവന്ന് ഇത് തുറക്കും. ഈ ആനകൾക്ക് മാത്രമേ ഇത് തുറക്കണം. ഇരുമ്പോടാമ്പലുണ്ട് അകത്ത്, ക്രോസ് ചെയ്ത് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഇരുമ്പോടാമ്പൽ ഒന്ന് നീക്കണമെങ്കിൽ 100 കണക്കിന് റെസ്ലിംഗ് ഗുസ്തിക്കാർ വേണം ഇതൊന്ന് നീക്കാൻ. അത് നീക്കാൻ പറ്റത്തില്ല. വർഷത്തിൽ ഒരിക്കൽ പരിശീലനം ലഭിച്ച 100 കണക്കിന് ആൾക്കാർ വേണം ഈ ഇരുമ്പോടാമ്പലുകളെ ഒന്ന് നീക്കാൻ, ഈ ലോക്ക് ഒന്ന് നീക്കാൻ. ഈ ലോക്ക് നീക്കിയാൽ ഈ ഡോർ തുറക്കുമോ? ഇല്ല. ഈ ക്രിസ്മസ് എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഒരു വർഷമാകുമ്പോൾ ഇവർക്ക് രാത്രി ഒരു പാർട്ടിയുണ്ട് ഈ ഗാർഡൻ, ഹാങ്ങിങ് ഗാർഡനകത്ത്. അതിനകത്തുള്ള ഈ 100 വാതിലുകൾ തുറന്നിടും. ആ ഫംഗ്ഷൻ കഴിഞ്ഞ ഉടനെ ഇത് ക്ലോസ് ചെയ്യും. പിന്നെ ഇത് തുറക്കണമെങ്കിൽ അടുത്ത വർഷം കാത്തിരിക്കണം. ഒരു ദിവസം ഇതിനകത്താണ് യെരുശലേമിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ദൈവമക്കൾ കിടക്കുന്നത്, ബന്ദികളായിട്ട് കിടക്കുന്നത്. യെരുശലേമിൽ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങൾ അശുദ്ധമാക്കുന്ന ഇതിനകത്താണ്. സകല തിന്മകളും നടക്കുന്ന സ്ഥലം. പുറമേ കണ്ടാൽ ഭയങ്കര മനോഹരമാണ്. പക്ഷേ അകത്ത് കയറിക്കഴിഞ്ഞാൽ ഇതുപോലെ ദൈവമക്കളെ പീഡിപ്പിക്കുന്ന, കൊന്നുകളയുന്ന, ചിലരെ ജീവനോടെ ശേഷിപ്പിച്ചിട്ട് പീഡിപ്പിക്കുന്ന ഒരു സ്ഥലം. മുകളിൽ ഭയങ്കര ആഘോഷം, അണ്ടർഗ്രൗണ്ടിൽ ഉപദ്രവങ്ങൾ, ദൈവമക്കൾ നേരിടുന്ന, ദൈവമക്കളുടെ പ്രാർത്ഥനയും നിലവിളിയും മാത്രം കിടക്കുന്ന സ്ഥലം. പേർഷ്യൻ രാജാവായ ഖോരേശിനോട് പറഞ്ഞു, നീ പോണം. പല രാജാക്കന്മാർക്ക് ഞാൻ അധികാരം കൊടുത്തു, ഫേവർ കൊടുത്തു. പക്ഷേ എൻ്റെ നിയമങ്ങളോ എൻ്റെ വാക്കുകളോ അവരനുസരിച്ചില്ല. പെട്ടെന്ന് ആ വാക്യം വായിച്ചിട്ട് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44:4 28 മുതലുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചേ. കോരേശ് എന്റെ ഇടയൻ, അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കും. ദൈവത്തിന് കോരേശിനുള്ള വിശ്വാസം ഇതാ, അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കും എന്നും യെരുശലേം പണിയപ്പെടും. അവൻ യെരുശലേം പണിയപ്പെടും. മന്ദിരത്തിന് അടിസ്ഥാനം ഇടുമെന്ന് ഞാൻ കൽപ്പിക്കുന്നു. യെരുശലേം ദേവാലയത്തിന്റെ മന്ദിരത്തിന് അടിസ്ഥാനം ഇടുമെന്ന് ഞാൻ കൽപ്പിക്കുന്നു. യഹോവ തന്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവ തന്റെ അഭിഷിക്തനായ, അത് അടുത്ത അധ്യായമല്ലേ? അല്ലേ? 45-ാമത്തെ
അധ്യായം 1-ാം വാക്യം. ഓക്കെ. അവന് ജാതികളെ കീഴടക്കി. യഹോവയുടെ അഭിഷിക്തനായ കോരേശിനോട് യഹോവ കൽപ്പിക്കുകയാണ്, അവന് ജാതികളെ കീഴടക്കി. അവൻ ജാതികളെ കീഴടക്കി. രാജാക്കന്മാരുടെ ഈ ബാബിലോൺ ഗോപുരത്തെ അല്ലെങ്കിൽ ഹാങ്ങിങ് ഗാർഡനെ ദൈവം നശിപ്പിക്കാൻ പോകുകയാണ്. എങ്ങനെ നശിപ്പിക്കാൻ? ദൂതനെ അയച്ച് ഗന്ധകമിട്ട് തീ കത്തിച്ച് നശിപ്പിക്കാൻ പോകുകയാണ്. തിന്മ നിറഞ്ഞ, ശാപം നിറഞ്ഞ, ദൈവത്തിന്റെ കോപം നിറഞ്ഞ ഈ സ്ഥലത്ത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെള്ളം നിറച്ചിരിക്കുന്ന അതുവരെ വറ്റിപ്പോകത്തക്ക നിലയിൽ ദൂതനിറങ്ങി കത്തിക്കുന്നൊരു രംഗമുണ്ട്. ദൈവത്തിന്റെ അഭിഷിക്തനായ രാജാവ്, പേർഷ്യൻ രാജാവായ കോരേശിനോട് പറയുകയാണ്, നീ ചെല്ലണം. പക്ഷെ കോരേശിന് അറിയാം, ഈ വാതിൽ എനിക്ക് തുറക്കാൻ പറ്റത്തില്ല. അതിനകത്ത് കയറിയാലും ഏത് വാതിലൂടെ കയറണമെന്ന് എനിക്കറിയത്തില്ല, കൺഫ്യൂഷൻ അടിച്ചു പോകും. 100 വാതിലുണ്ട്. ഇത് ഏത് വാതിലൂടെ കടന്നാൽ ഇവരെ രക്ഷിക്കാം, ഇവരെ ആ ദൈവത്തിന്റെ മക്കളെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരാമെന്ന് ഒരു പിടുത്തവും, ഒരു ഐഡിയ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറിയ യേശു കർത്താവിന്റെ കല്ലറയിൽ ഇരുട്ടുള്ളപ്പോൾ പോയതുപോലെ ഒരു ഐഡിയ ഇല്ല. എനിക്ക് വേണ്ടി ആ കല്ല് ഉരുട്ടി മാറ്റും, ഇങ്ങനെ ചിന്തയിൽ പോവാ മറിയ. യേശു കർത്താവിനെ അടക്കിയ കല്ലറയിൽ പോയി, എനിക്ക് വേണ്ടി ആരാ കല്ല് ഉരുട്ടി മാറ്റും? റോമൻ പടയാളികൾ പലരും ചേർന്ന് ഉരുട്ടി വെച്ച കല്ല് ഒരു സ്ത്രീക്ക് ഉരുട്ടി തിരിച്ചു മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ എന്തോ ഒരു പ്രതീക്ഷ അകത്ത് കിടക്കുന്നു. അടച്ചു വെച്ചാലും തുറന്നാലും യേശു അകത്ത് കിടക്കുന്ന യേശുവിൻ്റെ ബോഡി അകത്തെടുത്തോളം കാലം യേശുവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിയും. ആ ഒറ്റ പ്രതീക്ഷയോടുകൂടെ എങ്ങനെ, എപ്പോൾ, ആര് എന്നുള്ള ചിന്തയിലല്ല, പുറപ്പെട്ടു. ഇതുപോലെ കോരേശിനോട് കർത്താവ് പറയുകയാണ്, നീ പുറപ്പെട്ടു പോണം. വായിച്ചോ. രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും, രാജാക്കന്മാരുടെ അരക്കച്ച അഴിക്കേണ്ടതിന്, കതവുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും. ഈ 100 കഥകളില്ലേ, ഇവന് തുറന്നിരിക്കേണ്ടതിന്. അടുത്തത്, വാതിലുകൾ അടയാതിരിക്കേണ്ടതിന്, ഈ വാതിൽ ഇവന്റെ മുമ്പിൽ അടയാതിരിക്കേണ്ടതിന് ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. യഹോവയുടെ കരം അവന്റെ വലം കൈയിൽ പിടിച്ചിരിക്കുകയാണ്. ഈ കോരേശിന്റെ കരത്തിൽ യഹോവ പിടിച്ച സമയത്ത്, കോരേശേ, നീ ഒരിക്കലും നീ ചിന്തിക്കേണ്ടത് ആര് നിനക്ക് വേണ്ടി തുറക്കുന്നു ചിന്തിക്കേണ്ട, നിനക്ക് മുൻപായി ഞാൻ തുറന്നു കഴിഞ്ഞിരിക്കുന്നു. അടുത്ത വാക്യം വായിച്ചോ. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും ദുർഘടങ്ങളെ മാറ്റും, താമ്രവാതിലുകളെ തകർത്ത്. താമ്രവാതിലുകളെ ഞാൻ ഖണ്ഡിച്ച്. ഈ താമ്രവാതിൽ എത്ര ആൾക്കാർ ചേർന്ന് ആ ഉന്തി മാറ്റിയാൽ മാറുമെന്ന് അറിയത്തില്ല. പക്ഷേ അഭിഷിക്തന് വേണ്ടി ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ചു കളയുകയും ചെയ്യും. കട്ട് ചെയ്ത് കളയുമെന്ന് നീക്കി തരുമെന്നല്ല, നിന്റെ മുമ്പിൽ ഇരുമ്പോടാമ്പലാണോ തടസ്സം, അതിനെ ഞാൻ ഖണ്ഡിച്ചു കളയാൻ പോവുകയാണ്. അടുത്തത്, നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ. പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവയാണ്. നിന്റെ പേർ ചൊല്ലി വിളിച്ച യഹോവ ഇസ്രായേലിന്റെ ദൈവം തന്നെ. ഒന്ന് എഴുന്നേൽക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യഹോവയുടെ കരം നിങ്ങളുടെ മേൽ ഇറങ്ങി വരാൻ പോകുകയാണ്. ഇന്ന് രാത്രി മനസ്സിലാകാൻ കഴിയത്തക്ക നിലയിൽ, റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയത്തക്ക നിലയിൽ അസാധാരണമാകുന്ന യഹോവയുടെ കരം നിങ്ങളുടെ വലം കൈ പിടിക്കാൻ വേണ്ടി എത്ര പേര് വിശ്വസിക്കുന്നു? സ്വർഗത്തിലേക്ക് നിന്ന് കരങ്ങളെ ഉയർത്തി പിടിച്ചാട്ടെ. ഈ കരമല്ലേ ക്രൂശിൽ തറയ്ക്കപ്പെട്ടത്? ഈ കരമല്ലേ എനിക്ക് നിനക്ക് വേണ്ടി, എന്റെ പാപത്തിന് വേണ്ടി പരിഹാരമായി ഈ മരത്തിൽ ചേർത്താണി അടിച്ചത്? ആ കരത്തിന്റെ മുറിവിലൂടെ ഒഴുകിയ രക്തമല്ലേ എന്റെ നിന്റെ പാപത്തിന് പരിഹാരമാക്കിയത്? ആ രക്തമല്ലേ ഞങ്ങളെ ശുദ്ധീകരിച്ചത്? ആ രക്തമല്ലേ നമ്മളെ മക്കളാക്കി തീർത്തത്? ഓ, ആണിപ്പഴുതുള്ള കരം നിന്റെ വലം കൈ പിടിച്ചിരിക്കുകയാ. ഓ റാപ്പ, അന്യഭാഷയിൽ എന്ന് പ്രാർത്ഥിച്ച്, ഓ റമചസല, നീ എത്ര ദൂരെ പോയാലും ഈ ആണിപ്പഴുതുള്ള കരം നിന്നെ ഫോളോ ചെയ്ത് നിന്റെ കൂടെ വന്ന് പിടിച്ചു. നീ പലപ്പോഴും തെറ്റിപ്പോയതാ, നീ പലപ്പോഴും മറുതലിച്ചതാ, പലപ്പോഴും ജീവിതത്തിൽ പാപം വന്നു, പലപ്പോഴും ഈ കരത്തെ വീണ്ടും വീണ്ടും ക്രൂശിച്ചതാ. എന്നിട്ടും ഈ കരം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, നിന്നെ ശുദ്ധീകരിക്കുവാൻ, നിന്നെ അഭിഷേകം ചെയ്യുവാൻ, നിന്നെ മക്കളാക്കി തീർക്കുവാൻ, നിന്നെ അവകാശിയായി തീർക്കുവാൻ, നിന്നെ നരകത്തിന് വിടാതെ സ്വർഗത്തിന് അവകാശിയാക്കി തീർക്കുവാൻ ഈ ആണിപ്പഴുതുള്ള കരം സ്നേഹത്തോടെ നിന്നെ വിളിക്കുകയാ.
ആണിപ്പെടുന്നുള്ള കരം നിന്റെ വലങ്കൈ പിരിച്ചിരിക്കുകയാണെന്ന് ആത്മാവിൽ ഞാൻ പ്രവചിക്കുമ്പോ എത്ര പേരത് വിശ്വസിച്ച് സ്വീകരിക്കും. കഴിയുന്നവരൊക്കെ ഫ്രണ്ടിലേക്ക് വരാമോ? കഴിയുന്നവരൊക്കെ മുന്നിലേക്ക് വരാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിയോഗമുള്ളവരൊക്കെ മുന്നിലേക്ക് വന്നാണ്. ഓൺലൈനിൽ ഞാൻ പ്രാർത്ഥിക്കുക. ഒരു അസാധാരണമാകുന്ന പ്രൊഫറ്റിക് റെലം ദൈവം തുറക്കുകയാണ്. ഈ ഓൺലൈനിൽ ഇരിക്കുന്ന ഒരു കുടുംബം, ഒന്നിലധികം കുടുംബങ്ങൾ ഡിവോഴ്സിന്റെ മധ്യത്തിലാണ്. ഈ ആഴ്ച ഒപ്പിടാനാ നിന്നോട് പറഞ്ഞത്. നിനക്ക് ഒപ്പിടാൻ മനസ്സില്ല, എന്നാലും നിന്റെ അകത്ത് എന്തോ ഒരു വിശ്വാസം ഇപ്പോഴും ബാക്കിയുണ്ട്. നീ വിശ്വാസം കളയണ്ട. ഇന്ന് ദൈവദൂതൻ നിനക്ക് വേണ്ടി പ്രത്യക്ഷനായി പറയൂ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നീ ഡിവോഴ്സിൽ പോകത്തില്ല. നിന്റെ കുടുംബം ഒന്നായി ഒരുമിച്ച് സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുമെന്ന് ഞാൻ ആത്മാവിൽ നിന്നെ നോക്കി പ്രവചിക്കുകയാണ്. നീ ജീവിതം ആരംഭിച്ചിട്ട് അധികം നാടുകളായില്ല. ചോര കുഞ്ഞുമായിരിക്കുന്ന സഹോദരിയാ, ഞാൻ നോക്കി പറയുകയാണ്, നിന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോകത്തില്ല. നിന്റെ കുടുംബജീവിതം നഷ്ടപ്പെട്ടു പോകത്തില്ല. നിന്റെ കണ്ണുനീരിനും നിന്റെ പ്രാർത്ഥനയ്ക്കും ഇന്ന് രാത്രിയിൽ മറുപടിയായെന്ന് ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുകയാണ്. ഒരു 55 വയസ്സ് പ്രായത്തിലധികമില്ല. അങ്ങനെ ഒരു മാതാവ് തന്റെ മകന്റെ കോളിങ്ങിന് വേണ്ടി, ഫോൺ കോളിന് വേണ്ടി 3 വർഷമായി കാത്തിരിക്കുകയാണ്. 55 വയസ്സിന് കൂടുതൽ പ്രായമില്ല, അതിനകത്തേ ഉള്ളൂ. ഒരു മാതാവ് ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുക. നിന്റെ മകൻ ഈ ദിവസങ്ങളിൽ വിളിക്കും. നിന്റെ സ്നേഹത്തോടെ നിന്നെ വിളിക്കാൻ പോകുകയാ. നിന്റെ അടുത്തേക്ക് മടങ്ങി വരാൻ പോകുകയാണ്. ആത്മാവിൽ ഞാൻ പ്രവചിക്കുക. ഈ കഴുത്തിന് ഒരു തൈറോയ്ഡ് പോലെ വളർന്ന് ഒരു വലിയ മുഴ പോലെ ഒരു വർഷത്തേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യഹോവയുടെ കരം നിന്നെ സർജറിക്ക് വിധേയമാക്കുകയാണ്. ഒരു സർജിക്കൽ നൈഫ്, ഒരു സർജിക്കൽ ബ്ലേഡ് കൊണ്ടുവന്ന് നിന്റെ ആ കഴുത്തിന് ഒരു വശത്തായി കീറിയിട്ട് മീനിന്റെ കുടല് പോലെ എന്തോ വന്ന് ആ കഴുത്തിൽ നിന്ന് ഇളക്കി മാറ്റുന്ന ഒരു കാഴ്ച ദൈവം എന്നെ കാണിക്കുന്നു. ഇപ്പോൾ നിന്നെ സൗഖ്യമാക്കുന്ന ഒരു കരം നിന്റെ മുറിയിലേക്ക്, നിന്റെ ശരീരത്തിലേക്ക് ഇറങ്ങി വരുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, അവന്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇപ്പോൾ നീ സൗഖ്യമായിരിക്കുന്നു. You are free, you are healed in the name of Jesus Christ of Nazareth. സാമ്പത്തികമായി ബുദ്ധിമുട്ടിരിക്കുന്ന ചില കുടുംബങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈനിൽ ഇരിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ സമ്പത്ത്, നീ അനുഭവിക്കേണ്ട സമ്പത്ത്, നിന്റെ തലമുറ അനുഭവിക്കേണ്ട സമ്പത്ത്, നിന്റെ തലമുറയ്ക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന സമ്പത്ത് ബാങ്കുകാർ കൊണ്ടുപോകാനല്ല, കടക്കാർ കൊണ്ടുപോകാനല്ല. നീ അനുഭവിക്കേണ്ട സമ്പത്ത് നീ തന്നെ അനുഭവിക്കും. നീ അനുഭവിക്കേണ്ട അനുഗ്രഹങ്ങൾ നീ തന്നെ അനുഭവിച്ചിരിക്കും. ഈ 2025 കഴിയുന്നതിന് മുൻപ് നിന്റെ വാഗ്ദത്തങ്ങൾക്ക് നിവർത്തിയാകും. ഈ 2025 എന്ന കാലഘട്ടം ഒരു കാലഘട്ടം തീരാൻ പോകുകയാണ്. ഈ 2025 വരെയുള്ള നീ കേട്ട സകല വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പോകുകയാണ്. നിന്റെ കൈകൾ കൊണ്ട് തൊടാൻ പോകുകയാണ്. ഒന്നുപോലും കുറയാതെ കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോകുകയാണ്. എക്സാമിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്ക് വേണ്ടി, നിനക്ക് മുൻപായി ദുർഘടങ്ങളെ മാറ്റുന്ന യഹോവ നിനക്ക് മുൻപായി സഞ്ചരിക്കുകയാണ്. നിനക്ക് വേണ്ടി താമരവാതിലുകളെ തുറക്കുകയാണ്. ഇരുമ്പോടാമ്പരങ്ങളെ ഖണ്ഡിച്ചു കളയുകയാണ്. ഇന്ന് രാത്രി നിന്റെ മനസ്സിന് ഭയങ്കരമായ ഒരു ഫ്രീഡം. നീ ജസ്റ്റ് വായിച്ചാൽ നിനക്ക് തലച്ചോറിൽ സ്റ്റോർ ചെയ്യുന്നത് പോലെ നിന്റെ തലച്ചോറിൽ ഒരു ഭയങ്കര വിഷ്ടം ദൈവം കൈമാറുകയാ. ഒരു താക്കോൽ നിനക്ക് കൈമാറുകയാ. ഈ പരീക്ഷയിൽ നീ ഹൈയസ്റ്റ് മാർക്ക് വേഗം വാങ്ങി നീ ജയിക്കുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ്, ഈ ഓൺലൈനിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇവിടെ നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവ് പറയുന്ന ആലോചനകൾ പറയാൻ പോകുകയാണ്. ഇവർക്ക് വേണ്ടി വിടുതലിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഓൾറെഡിരിക്കുന്നവരെ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിച്ച് അനുഗ്രഹിക്കട്ടെ. ഞാൻ പറയുന്ന സകല പ്രൊഫറ്റിക്കൽ വേർഡും, ഇന്ന് ദൈവം സംസാരിച്ച വചനങ്ങളും ഇന്ന് മുതൽ നിങ്ങളുടെ ലൈഫിൽ
അത് സംഭവിച്ചു കഴിഞ്ഞു, ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഞാൻ പ്രവചിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. ഗുഡ് നൈറ്റ്.